നമസ്കാരം. സുവാണിയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ, ഭാരതത്തിലെ ആത്മീയമായ കാര്യങ്ങളെ അവതരിപ്പിക്കുവാനും ചർച്ച ചെയ്യുവാനും കൂടുതൽ അഭിപ്രായ രൂപീകരണത്തിനൊക്കെയാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബേഴ്സും ഇപ്പോൾ ലിമിറ്റഡ് നമ്പറാണ്. പക്ഷേ അത് നമുക്ക് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. എല്ലാവരും സഹായിക്കുക. പരമാവധി സബ്സ്ക്രൈബേഴ്സ് കൂട്ടണം. അതുപോലെ തന്നെ എല്ലാവരേക്കും അയച്ചു കൊടുക്കണം. കമൻറ്റ്, ലൈക്ക്, ഷെയറൊക്കെ തരണം. അപ്പോൾ സുവാണിയെ നിങ്ങളുടെ സ്വന്തം ചാനലാക്കി വളർത്തണം. ഞങ്ങൾക്ക് മറ്റ് 2 ചാനലുകളുണ്ട്. സുഭാഷിതം വളരെ പോപ്പുലറാണ് ആ ചാനൽ. അതുപോലെ ഗ്ലോബൽ മലയാളി ന്യൂസ്, 2 ചാനലും ഞങ്ങൾക്ക് വളരെയധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതുപോലെ സുവാണിയെ നിങ്ങൾ വളർത്തി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇന്ത്യയും ഭാരതവും രണ്ടാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ കന്യാകുമാരി വരെ, കാശ്മീർ വരെ, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ, അല്ലെങ്കിൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒരു ഭരണഘടനയ്ക്ക് കീഴിലുള്ള 1947 സ്വാതന്ത്ര്യം നേടിയ ഒരു ഭൂമിശാസ്ത്ര പ്രദേശമാണ് ഇന്ത്യ. അതെല്ലാ രാജ്യത്തുമുണ്ട്. ലോകത്തിലെ 100-200 രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് ഇന്ത്യ. ഭാരതം അതല്ല. ഭാരതമെന്ന് പറഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ പ്രകാശം, പ്രകാശത്തിൽ രമിക്കുന്നത്, പ്രകാശത്തിൽ വസിക്കുന്നത് ഭാരതം. എന്താണ് ഭാരതം ലോകത്തിന് നൽകിയിട്ടുള്ള പ്രകാശം? വളരെ അതൊരു ആത്മീയ പ്രകാശമാണ്. ഓങ്കാരത്തിൻ്റെ പ്രകാശമാണ്. തുല്യതയുടെ, സത്യത്തിൻ്റെ, നീതിയുടെ, ന്യായത്തിൻ്റെ, കരുണയുടെ, അഹിംസയുടെ ഒരു പ്രകാശമാണ്. അതൊരു ആത്മീയത തലത്തിലുള്ള, ജീവൻ്റെ തലത്തിലുള്ള ഒരു ആത്മശമുള്ള ഒരു പ്രകാശമാണ്. അത് ദുഷ്യന്തൻ്റെയും ദമയന്തിയുടെയും ഒക്കെ മകനായി രാജ്യം ഭരിച്ച ഭരതൻ്റെ രാജ്യം, അല്ലാതെ രാമൻ്റെ ഭരതനുമുണ്ട്. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്ന, നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം, ഇന്നത്തെ പ്രമുഖമായ ഒരു പത്രത്തിൽ ഒരു സ്ത്രീ, അവർ ഡോക്ടറേറ്റ് ഉള്ളവരാണ്, അവരെ പേര് ഞാൻ പറയുന്നില്ല ചാനലിൽ കൂടെ. അത് പറഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല, കാരണം അവർ അതിജീവിതം എന്ന് പറയേണ്ട കാര്യമില്ല. അവർ അവരുടെ പേര് വെച്ച് തന്നെ ലേഖനം എഴുതിയിട്ടുണ്ട്. അത്രയും ധൈര്യം അവർ കാണിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. സമ്പൂർണ്ണ സാക്ഷരത നേടിയെന്ന് അവകാശപ്പെടുന്ന ഒരു സമൂഹത്തിൽ, സാംസ്കാരികമായി ഒരുപാട് മുന്നോട്ട് പോയി എന്ന് മുട്ടിന് നമ്മൾ പറയുന്നൊരു സമൂഹത്തിൽ, ഒരു സ്ത്രീ അവരുടെ മാനം പോയിട്ട് കുറേ ദിവസങ്ങളായി അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. അവരെ ശല്യം ചെയ്തത് ചെറിയ ആളല്ല, ഒരു ചാനലിൻ്റെ പ്രമുഖമായ പാർട്ടിയുടെ പ്രമുഖമായ ചാനലിൻ്റെ മുൻ ഡയറക്ടർ, മുൻ MLA, ചലച്ചിത്ര അക്കാദമിയുടെ പ്രധാനപ്പെട്ട മേധാവി, മുൻ മേധാവി, അങ്ങനെ പലതരത്തിൽ, പല രൂപത്തിൽ സമൂഹത്തിൽ ഒരുപാട് സിനിമയുടെ സംവിധായകൻ, നിർമ്മാതാവ്, സമൂഹത്തിൽ വലിയ പേരുള്ള ഒരു സീനിയർ വെറ്ററൻ ആയിട്ടുള്ള ഒരു മനുഷ്യൻ കാമഭ്രാന്ത് മൂത്തതുകൊണ്ടാണോ ഒരു സ്ത്രീയെ കൈകാര്യം ചെയ്തു. അവർ അത് പരാതി കൊടുത്തിട്ട് ദിവസങ്ങളായി ഇതുവരെ FIR പോലും തയ്യാറാക്കിയിട്ടില്ല. ഇത് ഞാൻ പറയുന്നത് അത് പറയലല്ല ഈ വീഡിയോയുടെ ലക്ഷ്യം. ഇത് ഭാരതമാണ്. ഇവിടെ രാമൻ്റെയും സീതയുടെയും നാടാണ്. പാതിവൃത്യത്തിന് പേരുകേട്ട പെരുമയുള്ള സീതയുടെ നാട്. ദൈവങ്ങളെ നിങ്ങൾ എടുത്തു നോക്കൂ. പരമശിവനുണ്ടെങ്കിൽ പാർവതിയുണ്ട്, പാർവതി ഉണ്ടെങ്കിലേ പരമശിവനുമുള്ളൂ. അർദ്ധനാരീശ്വര സങ്കല്പം, പരസ്പര ബഹുമാനിതമായ ഒരു സങ്കല്പം. വിദേശത്ത് ഉള്ളതുപോലെ, അല്ലെങ്കിൽ വെസ്റ്റേൺ കൾച്ചറിലുള്ളതുപോലെ സ്ത്രീ ഒരു ഉപഭോഗ വസ്തുവേ അല്ല. ഭാരതത്തിൽ സ്ത്രീ അമ്മയാണ്, ഭൂമി ദേവിയാണ്. ഭൂമിയെ നമ്മൾ ദേവി എന്നാണ് വിളിക്കുന്നത്. ഭൂമി ദേവിയാണ്. അമ്മ എന്ന് പറയുന്നത് വലിയ സങ്കല്പമാണ്. പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരെയും അമ്മ എന്ന് വിളിക്കുന്ന വലിയ ഒരു സങ്കല്പമുള്ള ഒരു സമൂഹമാണ് നമ്മൾ. സരസ്വതി എന്ന് പറയുന്ന ദേവി, ലക്ഷ്മി ദേവി, ദുർഗാദേവി, ആദിപരാശക്തി തുടങ്ങിയ സ്ത്രീ രൂപത്തിലുള്ള 10,000-കണക്കിന് ദേവതാ സമ്പ്രദായം രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു സമൂഹമാണ്. ഇവിടെ ഊർമിളയുടെയും അതുപോലെ സീതയുടെയും ഒക്കെ, കൈകേയിയുടെയും ഒക്കെ നാടാണ്. കൃഷ്ണൻ്റെ രാധയുണ്ട് ഇവിടെ. നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇവിടെ യാജ്ഞവൽക്യൻ ഉണ്ടായിരുന്നപ്പോൾ ഗാർഗിയും ഉണ്ടായിരുന്നു, മൈത്രേയിയും ഉണ്ടായിരുന്നു. അങ്ങനെ സ്ത്രീയെ എന്നും തുല്യമായി തന്നെ, അല്ലെങ്കിൽ ഒരു പരിധിക്ക് മുകളിൽ സങ്കല്പിച്ചിരുന്ന, സ്ത്രീകൾക്ക് നാരി പൂജ ചെയ്തിരുന്നു, സ്ത്രീകളുടെ പാദപൂജ ചെയ്തിരുന്നു.
അങ്ങനെയൊക്കെ വേണോ വേണ്ടേ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ ചർച്ച. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരു സംസ്കൃതിയുടെ ബാക്കിപത്രമാണ് നമ്മൾ. അവിടെ നിന്ന് മാറി ഒരു പാശ്ചാത്യമായ ഒരു കൾച്ചർ നമുക്ക് വന്നപ്പോഴാണ് സ്ത്രീ എന്നത് കേവലം ഒരു ഉപഭോഗ വസ്തുവാണ് എന്നുള്ള ചിന്തയിലേക്ക് മനുഷ്യൻ താഴേക്ക് വന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഇഷ്ടത്തോടെയും ഇഷ്ടമില്ലാതെയും ഒക്കെ മറ്റൊരാളിൻ്റെ ഇഷ്ടത്തോടു കൂടി എത്രയോ ആളുകൾ ഇവിടെ സ്വകാര്യമായ ഇഷ്ടങ്ങൾ പങ്കുവയ്ക്കുന്നു, സ്വകാര്യമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ അതാരും ആരെയും ട്രാപ്പ് ചെയ്തിട്ടല്ല, ആരെയും പറ്റിച്ചിട്ടല്ല, ആരെയും കളിയാക്കിയിട്ടല്ല, ഒന്നുമല്ല. മറ്റൊരാളിൻ്റെ രണ്ടുപേരുടെയും ഉഭയകക്ഷി ആഗ്രഹപ്രകാരം പല കാര്യങ്ങളും അനുവദിച്ചിട്ടുണ്ട്. അത് നിയമത്തിൻ്റെ മുന്നിൽ പോലും തെറ്റല്ല. പക്ഷേ ഇവിടെ അനുവാദമില്ലാതെ ഒരു സ്ത്രീയെ ലൈംഗികമായി ഉപദ്രവിക്കുക, ലൈംഗിക ചുവയുള്ള കാര്യങ്ങൾ പറയുക, ഉപദ്രവിക്കുക, എന്നിട്ടത് കൊടുത്താൽ കേസ് എടുക്കാതിരിക്കുക, എന്ത് ജനാധിപത്യമാണ് ഇവിടെ വാഴുന്നത്? കണ്ണകി എന്ന് പറയുന്ന ആറ്റുകാൽ എന്ന് പറയുന്നൊരു ക്ഷേത്രമാണ് തിരുവനന്തപുരത്ത്. അപ്പോൾ ചെയ്യാത്ത തെറ്റിന് ഭർത്താവിനെ കൊന്നതിന് വേണ്ടി ഒരു രാജ്യത്തെ, മധുര എന്ന് പറയുന്ന രാജ്യത്തെ ചുട്ടുകരിച്ച കണ്ണകിയുടെ കഥയാണ് ആറ്റുകാലിന് പറയാനുള്ളത്. അപ്പോൾ സ്ത്രീയുടെ ശാപം, ബ്രാഹ്മണ ശാപം എന്നൊക്കെ പറയാനുള്ളത് സത്യസന്ധരായ ബ്രാഹ്മണൻ്റെ ശാപമാണ്, അല്ലാതെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മോഡലിലുള്ള ബ്രാഹ്മണന്മാരൊന്നുമല്ല. സത്യസന്ധനായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ബ്രാഹ്മണൻ്റെ ശാപമേറ്റാലും അതുപോലെ സ്ത്രീകളുടെ ശാപമേറ്റാൽ, അമ്മമാരുടെ ശാപമേറ്റാൽ ആ സമൂഹം പിന്നെ എന്തെല്ലാം ഉണ്ടെന്നറിഞ്ഞിട്ടും കാര്യമില്ല. ഇവിടെ കിഫ്ബി കൊടുത്തതുകൊണ്ടോ കുപ്പി കൊടുത്തതുകൊണ്ടോ വലിയ കെട്ടിടങ്ങൾ വെച്ചതുകൊണ്ടോ വലിയ പാലങ്ങൾ നിർമ്മിച്ചതുകൊണ്ടോ ഒന്നും തീരുന്നില്ല. ഇവിടെ അമ്മമാരുടെ മാനാഭിമാനത്തിന്, സഹോദരിമാരുടെ മാനാഭിമാനത്തിന് വിലയിടുന്ന വലിയ സമ്പന്ന വരേണ്യവർഗമുള്ള നാട്ടിൽ എന്തിനാണ് വെള്ളിയാഴ്ചയും വ്യവസ്ഥയും ഉള്ളത്? വളരെ ഗൗരവതരമായൊരു ചോദ്യമാണിത്. പോപ്സോ കേസുകൾ ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ. കുട്ടികൾക്കും സ്ത്രീകൾക്കും അവരുടെ മാനത്തിനും ശരീരത്തിനും വില കൽപ്പിക്കാത്ത, അവരുടെ മാനവും ശരീരവും അവരുടെ ചാരിത്രവും പാതിവൃത്യവുമൊക്കെ കൊണ്ടു നടക്കാൻ കഴിയാത്ത, അവർക്ക് സുഖമായി ഇവിടെ ജീവിക്കാൻ കഴിയാത്ത ഒരു അസ്വസ്ഥതയുണ്ടാക്കുന്ന സമൂഹം സൃഷ്ടിച്ചിട്ട് അവിടെ കയറിയിരുന്നിട്ട് ഞാൻ ഭരണാധികാരിയാണ്, ഞാൻ മിടുക്കനാണെന്ന് പറയുന്നതിൽ എന്ത് ഉളുപ്പാണുള്ളത്? 24-ാം തീയതി പരാതി കിട്ടുന്നു, ജനുവരി, ഇന്ന് ഡിസംബർ, ഇന്ന് ഫെബ്രുവരി 12 നാളിതുവരെ പരാതിയെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല. എന്താണ് സംഭവിക്കുന്നതെന്നറിയില്ല. FIR ഇട്ടിട്ടില്ല, എന്നിട്ട് അതിനെ രക്ഷിക്കുന്നു. അതിനെ ന്യായീകരിക്കാൻ കുറേ ആളുകളും. എവിടെ പോയി കേരളത്തിലെ സ്ത്രീ സംഘടനകൾ, സ്ത്രീ എഴുത്തുകാർ? മീരയെപ്പോലുള്ള, സാറാ ജോസഫിനെ പോലെയുള്ള സ്ത്രീ എഴുത്തുകാർ എവിടെയാണ്? അതുപോലെ തന്നെ സ്ത്രീ സംഘടനകൾ എവിടെയാണ്? അസോസിയേഷനുകൾ എവിടെയാണ്? മുട്ടിന് വടക്കേ ഇന്ത്യയിൽ ആരെങ്കിലും പ്രാകൃത സമൂഹങ്ങൾ തമ്മിൽ തല്ലിയാൽ അതിൻ്റെ പേരിൽ പോലും ഇവിടെ സംസ്ഥാനം മുഴുവൻ വലിയ തീപ്പന്തങ്ങൾ കൊണ്ട് സമരം ചെയ്യുകയും ഉടൻ തന്നെ പുറത്തിറങ്ങി ലിംഗനീതി എന്നൊക്കെ പറഞ്ഞ് ബഹളമുണ്ടാക്കുന്ന സ്ത്രീകൾ എവിടെയാണ്? നിങ്ങൾ എവിടെയാണ്? എന്തുകൊണ്ട് നിങ്ങൾ കേസെടുക്കുന്നില്ല എന്നുള്ള നടപടികൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല? എവിടെയാണ് സ്ത്രീക്ക് അപകടം പറ്റിയിരുന്നത്? ഇവിടെ നിർഭയമാരുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ ശാരികമാർ, വിതുര കേസിലെ പെൺകുട്ടികൾ, അഭയ കേസിൽ അഭയ പോലുള്ള നൂറുകണക്കിന് സ്ത്രീകൾ, അവരുടെ മാനാഭിമാനത്തിന് വിലയില്ലാത്തൊരു സമൂഹമായി നമ്മൾ നിൽക്കുന്നു. അപ്പോഴും നമ്മൾ അധികാരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും പാർട്ടി ഹുങ്കിൻ്റെയും ഒക്കെ പേരിൽ തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടാതെ പോകുന്നത് എത്ര വികലമാണ്! എന്തൊരു ജനാധിപത്യമാണ്! ഈ ജനാധിപത്യം രൂപപ്പെടുത്തിയിരിക്കുന്നത് വോട്ട് ചെയ്യാൻ പാവപ്പെട്ടവനും കാര്യകാരണ സഹിതം എല്ലാം അനുഭവിക്കാൻ സമ്പന്നനും. വേണമെങ്കിൽ ഞങ്ങൾ ചിക്കൻ കഴിക്കും, നിങ്ങൾക്ക് അതിൻ്റെ കാലോ ബീഫോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡോ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ അത് മതി, വാങ്ങിക്കഴിച്ചുകൊണ്ട് സ്ഥലം വിട്ടോണം, നിങ്ങളൊന്നും പറയരുത്, മിണ്ടരുത്, സംസാരിക്കരുത്, ഇത് ഞങ്ങളുടെ ലോകമാണ് എന്ന് പറയുന്ന ഒരു വരേണ്യവർഗത്തിൻ്റെ, ആ വരേണ്യവർഗമെന്ന് പറയുന്നത് ഞാൻ ജാതി വെച്ച് പറഞ്ഞതല്ല, ഒരു സമ്പന്ന വർഗത്തിൻ്റെ. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ കേസിൽ ഈ സ്ത്രീ പരാതി കൊടുത്തിട്ട് നടപടിയെടുക്കാത്തത്? അതൊരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരാൾ കൂടിയാണ്. അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതിന് കേസെടുക്കാത്തതിൻ്റെ ഒരു ഘടകം അതുകൂടിയാണെന്ന് സംശയിച്ചാൽ
അത്ഭുതമില്ല. ഒരു ഭൂരിപക്ഷ സമുദായക്കാരനായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിനിടയിൽ തന്നെ കേസെടുക്കുമായിരുന്നു. ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ കേസെടുക്കുമായിരുന്നു. എന്തുകൊണ്ട് ഈ സ്ത്രീയെ ആദരിക്കുന്ന, സ്ത്രീയെ പൂജിക്കുന്ന, സ്ത്രീയെ ബഹുമാനിക്കുന്ന, സ്ത്രീയെ തുല്യമായി കരുതുന്ന, ചില ഘട്ടങ്ങളിലെങ്കിലും സ്ത്രീയെ ഉയർന്നവരായി കരുതുന്ന ഭാരതത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നു, കേരളത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ലേ? ഇതിൻ്റെ ആത്മീയതയെന്ന് പറയുന്നത് എന്തിനാണ് സുവാണി പോലുള്ളൊരു ചാനലിൽ ഇത് ചർച്ച ചെയ്യുന്നത്? സുവാണി എന്ന് പറയുന്ന ചാനൽ തീർത്തും ആത്മീയത ചർച്ച ചെയ്യാനുള്ള ചാനൽ തന്നെയാണ്. ഇതിൻ്റെ ആത്മീയത എന്ന് പറയുന്നത് സ്ത്രീയെ ബഹുമാനിക്കുന്ന, ആണധികാരത്തിൻ്റെ തോന്നിവാസം കാണിക്കാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കലാണ് ആത്മീയതയുടെ ഒരു പാഠം. സ്ത്രീയെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, സ്ത്രീകളോട് എല്ലാവിധ സ്നേഹവും കാണിക്കുന്ന, അല്ലെങ്കിൽ ബഹുമാനവും കാണിക്കുന്ന, ആദരിക്കുന്ന, അല്ലെങ്കിൽ അവരെ ആദരവോടെ കാണുന്ന ഒരു സമൂഹം വരുന്നതാണ് അതിൻ്റെ ആത്മീയത. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ ഭൗതിക ലോകത്തിൻ്റെ, പാശ്ചാത്യ ലോകത്തിൻ്റെ എല്ലാവിധ കോർപ്പറേറ്റ് കമ്പോളവൽക്കരണ കച്ചവട താല്പര്യങ്ങൾക്കുമിടയിൽ ഇങ്ങനെ സ്ത്രീയുടെ മാനത്തിനും സ്ത്രീയുടെ അന്തസ്സിനും ഒരു ഇടം കിട്ടുന്നില്ല എന്നുള്ളത് ആത്മീയമായി പിന്നോക്കം നിൽക്കുന്നൊരു സമൂഹത്തിൽ നിന്നുണ്ടാകുന്നത് മാത്രമാണ്. ഇവിടെ ഒരു സ്വാമി സന്യാസി, ഒരു കള്ള സന്യാസി, അദ്ദേഹം തന്ത്രി എന്നൊക്കെ സ്വയം അവകാശപ്പെട്ട് നടന്ന് ഓട്ടോ ഡ്രൈവറിൽ നിന്ന് യാതൊരു തന്ത്രവും പഠിക്കാതെ പെട്ടെന്ന് തന്ത്രി എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ച് പോപ്സോ കേസിൽ അറസ്റ്റിലാണ്. 16 വയസ്സായ പെൺകുട്ടി പഠന വൈകല്യമുണ്ടെന്നും പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് അമ്മയോടൊപ്പം വന്നപ്പോൾ അമ്മയെ പുറത്തിരിക്കാൻ പറഞ്ഞിട്ട് കുട്ടിയെ ആക്രമിച്ച് കുട്ടിയുടെ ശരീരം മുറിവേൽപ്പിച്ച് അതിൽ രക്തമൊക്കെ വരുത്തി അവസാനം അദ്ദേഹം കൈയൊടിഞ്ഞിപ്പോൾ ജയിലിലാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അത് തന്ത്രിയായാലും മന്ത്രിയായാലും ഉന്നത സ്ഥാനത്തിരിക്കുന്നവരായാലും സാധാരണക്കാരനായാലും സ്ത്രീകളെ അവരുടെ മാനത്തിന് വില കൽപ്പിക്കാത്ത, കുട്ടികളുടെ മാനത്തിന് വില കൽപ്പിക്കാത്ത ഒരു ഇടം, ഒരു തലം ഉണ്ടായി വരികയാണെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുന്നത് തികഞ്ഞ ആത്മീയതയാണ്. അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. അവിടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളവും പുരുഷനെ സംബന്ധിച്ചിടത്തോളവും ലൈംഗികത എന്ന് പറയുന്നതും പരസ്പര ഇഷ്ടവും സ്നേഹവും പ്രണയവുമൊക്കെ വേറൊരു വിഷയമാണ്. അതിൻ്റെ ഒരു അർത്ഥമെന്ന് പറയുന്നത് ട്രാപ്പ് ചെയ്യലും പറ്റിക്കലും പിന്നെ ബലാത്സംഗം ചെയ്യലും അപമാനിക്കലും ലൈംഗികാധിക്ഷേപം കാണിക്കലും അല്ല. അത് വേറൊരു തലമാണ്. ഇത് ക്രിമിനൽ കുറ്റമാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഇത് ആലോചിക്കേണ്ടതുണ്ട്. ഗൗരവതരമായി നമ്മൾ ഇത് വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് സ്ത്രീകളെ മാനിക്കുന്ന, സ്ത്രീകൾക്ക് അർഹമായ സ്ഥാനം കൊടുക്കുന്ന മഹാഭാരതമെടുത്താലും രാമായണമെടുത്താലും പുരാണങ്ങളെടുത്താലും ഏത് ഗ്രന്ഥങ്ങളെടുത്തു നോക്കൂ, എല്ലാ ഗ്രന്ഥങ്ങളിലും സ്ത്രീകളെ വലിയൊരു തോതിൽ ബഹുമാനിക്കുന്നതാണ്. അങ്ങനെ ബഹുമാനിക്കുന്ന ഭാരതത്തിൽ സ്ത്രീ ദൈവങ്ങളുമുണ്ട്. പുരുഷ ദൈവങ്ങൾ ഉള്ളതുപോലെ തന്നെ സ്ത്രീ ദൈവങ്ങളുമുണ്ട്, ദേവതമാരുണ്ട്, ആദിപരാശക്തിയുണ്ട്, എല്ലാമുണ്ട്. അങ്ങനെയുള്ള വലിയ മഹത്തായ ഒരു പാരമ്പര്യമുള്ള ഒരു സംസ്കൃതിയുള്ള നാട്ടിൽ ഒരു സ്ത്രീ, അതും വിദ്യാഭ്യാസമുള്ള സ്ത്രീ, ഒരുപാട് ചിത്രങ്ങൾ എടുക്കുന്ന സ്ത്രീ, സമൂഹത്തിൽ കഴിവും സ്വാധീനവും വിദ്യാഭ്യാസവുമുള്ള ഡോക്ടറേറ്റുള്ളൊരു സ്ത്രീ, അവർ ഒരു പരാതി കൊടുത്തിട്ട് ഇത്രയും ദിവസമായിട്ടും അതിനൊരു തീരുമാനമാകുന്നില്ല, ഒരു FIR എടുക്കുന്നില്ല എങ്കിൽ എവിടെയാണ് സാധാരണ സ്ത്രീകളുടെ മാനത്തിന് വില? തീർച്ചയായിട്ടും അങ്ങനെ ഒരു വിലയില്ല എന്ന് നമ്മൾ തെളിയിച്ചതാണ് പലവട്ടം. ഞാൻ പറഞ്ഞല്ലോ, ശാരിയുടെ കാര്യമായാലും വിതുരയിൽ പെൺകുട്ടിയുടെ കാര്യമായാലും അഭയ കാര്യമായാലും ഏത് പെൺകുട്ടികളുടെ കാര്യമായാലും സിസ്റ്റർമാരുടെ കാര്യമായാലും അതേത് മതമായാലും ജാതിയായാലും സമ്പന്നവർഗവും വരേണ്യവർഗവും അവർ കൈകാര്യം ചെയ്യും. അവരുടെ കയ്യിലെ പാവ തന്നെയാണ് എല്ലാ ഉൽപ്പന്നങ്ങളും. ആ ഒരു ഉൽപ്പന്നത്തിൻ്റെ ഒരു ഉൽപ്പന്നമായി സ്ത്രീയെയും കണക്കാക്കിയിരിക്കുന്ന പുതിയ കാലത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. അവിടെ ഇതിനെതിരെയുള്ള ശക്തമായ ഒരു സ്പിരിച്വൽ തോട്ട്, ഒരു ആത്മീയ ചിന്ത മനുഷ്യന് ആവശ്യമുണ്ട്. ഈ കാലഘട്ടത്തിൻ്റെ എല്ലാം വ്യവസായമായി കാണുന്ന, എല്ലാം ഉൽപ്പന്നമായി കാണുന്ന, എല്ലാം കൺസ്യൂമറിൻ്റെ അല്ലെങ്കിൽ പിന്നെ ഉപഭോഗത്തിൻ്റെ ഭാഗമായി കാണുന്ന, എല്ലാം ഭോഗിക്കാനുള്ളതാണെന്ന് ചിന്തിച്ചിരിക്കുന്ന, ഭോഗിക്കാനും വലിച്ചെറിയുവാനും, മാലിന്യമൊക്കെ വലിച്ചെറിയണ കണ്ടിട്ടില്ലേ, വലിച്ചെറിയാനുമുള്ളതാണെന്നുള്ള അത് അലക്ഷ്യമായി എറിഞ്ഞുകൂടാത്ത സ്ഥലങ്ങളിൽ, ഇപ്പോൾ മാലിന്യം കൃത്യമായി ജൈവവസ്തുക്കൾ ഭൂമിയിൽ മണ്ണിൽ വലിച്ചെറിഞ്ഞാൽ അത് മണ്ണിൽ ചേരുന്നതാണെങ്കിൽ മണ്ണിലെടുക്കും. ആ പ്ലാസ്റ്റിക് പോലുള്ളത് വലിച്ചെറിയാതിരുന്നാൽ മതി. മറ്റതൊക്കെ സുരക്ഷിതമായി ഡിസ്പോസ് ചെയ്താൽ മണ്ണിലെടുക്കുന്നതാണ്.
അതുപോലെ തന്നെ അന്തരീക്ഷത്തിലേക്ക് ഒരുപാട് വാതകങ്ങൾ കടത്തിവിടാത്ത പിന്നെ അപകടകാരികളല്ലാത്ത ഇപ്പോൾ ചപ്പ് ചവറുകൾ, കടലാസ് അല്ലെങ്കിൽ ഓല അങ്ങനെയുള്ള ഇലയൊക്കെ കുറച്ച് കത്തിക്കാറുണ്ട്. പക്ഷെ അതൊന്നും വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതല്ല. അതേസമയം വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഉപഭോഗം ചെയ്യുകയും അത് ബാക്കിയുള്ളത് വലിച്ചെറിയുകയൊക്കെ ചെയ്യുന്ന മനുഷ്യൻ അങ്ങനെ വസ്തുക്കളെ ചെയ്തിരുന്നത് മാറി അത് സ്ത്രീകളെയും കുട്ടികളെയും പോക്സോ കേസിലൊക്കെ പെടാവുന്ന കുട്ടികളെയുമൊക്കെ ചെയ്യുന്ന പുതിയ ലോകത്താണ് നമ്മൾ താമസിക്കുന്നത്. ഇതൊരു കാരണവശാലും അനുവദിക്കാവുന്നതല്ല. പക്ഷേ ഇത് ജനാധിപത്യത്തിൽ നമ്മൾ ആരോടാണ് സംസാരിക്കുക, ആരെയാണ് അഭിമുഖീകരിക്കുക എന്നുള്ളതാണ് പ്രശ്നം. ആരെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വിശക്കുന്നവൻ്റെ വയറിന്, എരിയുന്നവൻ്റെ വയറിന് ഒരുപാട് ആഹാരവും കൊടുത്ത് അവൻ്റെ മാനത്തിന് വില പറഞ്ഞാൽ പക്ഷേ അതാരും ഉൾക്കൊള്ളുകയില്ല. അവിടെ ആഹാരത്തിനപ്പുറം ശരീരത്തിൻ്റെ വിശപ്പിനപ്പുറം മനസ്സിൻ്റെ വിശപ്പിനും മനുഷ്യൻ്റെ മാനത്തിനുമാണ് വില കൽപ്പിക്കുന്നത്. സ്ത്രീകളാകുമ്പോൾ അവർ ഇരട്ടി വില കൽപ്പിക്കും അവരുടെ മാനത്തിന് വേണ്ടി. അത് മറ്റൊരാൾ അനുവാദമില്ലാതെ, അത് മറ്റൊരാൾ ഒന്നും ചെയ്യാതെ പിടിച്ചെടുക്കുന്നത് എത്ര മോശമായ പ്രവൃത്തിയാണ്. ഇവിടെ ഒരു സ്ഥാപനത്തിൽ KSIE നമ്മൾ വീഡിയോ ചെയ്തതാണ്. അതുകൊണ്ടാണ് മറ്റൊരു ചാനലിൽ ഞാൻ വീഡിയോ ചെയ്തതാണ്. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഇരുന്ന് ഇതുപോലെ സ്ത്രീ പീഡന പരിപാടികൾ കാട്ടിക്കൂട്ടി. ഗവൺമെൻറ് ഇപ്പോൾ മാറ്റി. പക്ഷെ മാറ്റിയപ്പോഴും കെൽപ്പാം എന്ന് പറയുന്ന മറ്റൊരു സ്ഥാപനത്തിലേക്കാണ് കൊടുത്തത്. അതാണ് സഹിക്കാൻ വയ്യാത്തത്. ഒരിടത്തിലൊന്ന് സ്ത്രീ പീഡന പരിപാടി ചെയ്ത ആളെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറ്റുന്നു. അവിടെ ആയിക്കോളാമെന്നാണ് വീട്ടിൽ പറഞ്ഞു വിടുക അല്ല ചെയ്തത്. പക്ഷേ അത്രമാത്രം സ്വാധീനം സമൂഹത്തിലുള്ളവർക്ക് എന്തും ചെയ്യാം. ഇവിടെ എന്ത് തോന്നിയവാസവും കാണിക്കാം. സ്ത്രീകളുടെ മാനത്തിന് ഒരു വിലയും കൽപ്പിക്കേണ്ട ആവശ്യമില്ല. പാഞ്ചാലിയുടെ വസ്ത്രാഭിഷേകം നടത്തിയപ്പോൾ ഭീമൻ ചോദ്യം ചെയ്തെങ്കിൽ അഭിനവകാലത്ത്, ഈ ആധുനിക കാലത്ത് ഒരു ഭീമനുമില്ല ചോദിക്കാൻ. കാരണം വസ്ത്രാഭിഷേകം ചെയ്തത് സമ്പന്നനാണ്, വരേണ്യവർഗമാണ്, അധികാരിവർഗമാണ്. അധികാരിവർഗത്തിൻ്റെ മൗന അനുവാദത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി അവരെ ആരും ചോദിക്കുകയുമില്ല, പിടിക്കുകയുമില്ല. ഇവിടെ സമ്പന്നനാണെങ്കിൽ, സെലിബ്രിറ്റി ആണെങ്കിൽ, ഉന്നതങ്ങളിൽ പിടിപാടുള്ളവനാണെങ്കിൽ, പിന്നെ കലാകാരനാണെങ്കിൽ, കായികക്കാരനാണെങ്കിൽ, സമൂഹത്തിൽ പേരുള്ള ആളാണെങ്കിൽ മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാം. രാത്രി വണ്ടി ഓടിച്ച് അപകടത്തിൽ പറ്റിയാൽ രാവിലെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. വാഹനം കൊടുക്കണ്ട, വാഹനം ഒളിച്ചു കടത്താം. ആരോടിച്ചു എന്ന് പറയണ്ട, ഒന്നും ചെയ്യണ്ട. സാധാരണക്കാരനാണെങ്കിൽ മറ്റൊരു നിയമം, സമ്പന്നന് വേറൊരു നിയമം. സ്ത്രീ പീഡനത്തിലും ഇതുതന്നെയാണ് കേരളത്തിൽ കാണുന്നത്. എന്നിട്ട് ഭരണകൂടങ്ങൾ പറയും ഞങ്ങൾ ലോകത്തൊന്നാമതാണ്, ഞങ്ങൾ മിടുക്കരാണ്. ഇത് ചോദ്യം ചെയ്യണം. ഇത് ചോദ്യം ചെയ്യുന്നതാണ് അതിൻ്റെ സ്പിരിച്വാലിറ്റി, അതിൻ്റെ ആത്മീയത എന്ന് പറയുന്നതാണ്. ഇതെന്ന് പറയുന്നത് കേവലം ഒരു രാഷ്ട്രീയ വിഷയമോ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക വിഷയമോ അല്ല. ഒരു മനുഷ്യനെ സംബന്ധിക്കുന്ന അവരുടെ മാനാഭിമാനത്തിൻ്റെ വിഷയമാണ്. അത് 100% സ്പിരിച്വൽ വിഷയമായിട്ടാണ് ഞാനൊക്കെ കാണുന്നത്. തീർച്ചയായിട്ടും മനുഷ്യൻ്റെ മാനത്തിന്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ മാനത്തിന് വില കൽപ്പിക്കാത്ത ഒരു സമൂഹമായി നമ്മൾ മാറുന്നു. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ഭാരതത്തിൻ്റെ ഒരു സംസ്കൃതിയും ഭാരതത്തിൻ്റെ ഒരു രീതിശാസ്ത്രവും നമ്മൾ പഠിച്ചാൽ വളരെ മനോഹരമായി ഭാരതം സ്ത്രീയെ എന്നും ബഹുമാനിച്ചിരുന്നു. നമ്മുടെ ദൈവങ്ങളുടെ കണക്കെടുത്താൽ, നമ്മുടെ ഋഷീശ്വരന്മാരുടെ കണക്കെടുത്താൽ, ആചാര്യന്മാരുടെ കണക്കെടുത്താൽ, മാതാ അമൃതാനന്ദമയി അമ്മയുടെ കണക്കെടുത്താൽ, ജാതിയും മതവും വർഗവും വർണ്ണവും ഒന്നും നോക്കാതെ അവരെ ആദരിക്കുന്നുണ്ട് ആ സമൂഹം. അവർ ഏത് ജാതിയിൽ പിറന്നു എന്ന് പോലും ആരും നോക്കുന്നില്ല. അപ്പോൾ അതൊരു സംസ്കൃതിയുടെ ഭാഗമാണ്. അവർ വേണോ, ആൾ ദൈവങ്ങൾ വേണോ വേണ്ട എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. ഞാൻ പറഞ്ഞ പ്രാഥമിക വിഷയം, ഞാൻ ഈ പറഞ്ഞ കോണ്ടസ്റ്റിൽ ചിന്തിക്കുമ്പോൾ സ്ത്രീകളെ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ വരുന്നു. അത് ഇന്ത്യനിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയുടെ, ആത്മീയതയുടെ അപജയത്തിലേക്കാണ് പോകുന്നത്. അവിടെയാണ് നമുക്കൊരു ട്രൂ ആയിട്ടുള്ള അല്ലെങ്കിൽ ശരിക്കുള്ള ഒരു സ്പിരിച്വൽ തോട്ട് മനുഷ്യന് ആവശ്യമായി വരുന്നത്.